Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യമേ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി കോഴിമുട്ടയൊന്ന് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഏലക്ക ഞാനിവിടെ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്, അതാണ് 1/2 ടീസ്പൂൺ പറഞ്ഞത്. നിങ്ങൾ ഏലക്ക നേരിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 2-3 ഏലക്ക പൊടിച്ചിട്ടാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലൊരു തിക്ക് ബാറ്ററാക്കി തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ 1 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരുമിച്ച് വെള്ളം ചേർക്കരുത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് ഒരുപാട് ലിക്വിഡായി പോവരുത്, നല്ല തിക്ക് ബാറ്റർ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. വെള്ളം കൂടി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊടിയിട്ട് ഒന്നുകൂടെ ഒന്ന് തിക്ക് ബാറ്റർ തയ്യാറാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു പൈപ്പിംഗ് ബാഗാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ ഇതുപോലെ ഒരു പാൽ കവർ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ബാറ്റർ ഇതേപോലെ തിക്കായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കവറിൽ ബാറ്റർ നിറച്ച് ഒഴിക്കരുത്, പകുതി ഭാഗത്ത് മാത്രം ഒഴിച്ചാൽ മതി. നമുക്കിതൊന്ന് ഇതിൻ്റെ അറ്റം നമുക്കിങ്ങനെ ഒന്ന് പിടിക്കാൻ പറ്റുന്ന പാകത്തിനായിരിക്കണം ബാറ്റർ ഒഴിക്കേണ്ടത്. ഇതിൻ്റെ എഡ്ജ് നമുക്കൊരു കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ചെറിയൊരു ഹോളൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഇടിയപ്പം പീച്ചുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഒരുപാട് അടുപ്പിച്ച് ഒഴിക്കരുത്, അടുപ്പിച്ച് ഒഴിക്കുമ്പോൾ കട്ട കൂടി പോവും. ഒരിച്ചിരി ഇങ്ങനെ അകഴ്ത്തി തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു സ്നാക്ക് റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് അകൽച്ചയിൽ ഇട്ട് കൊടുക്കുക. അടുപ്പിച്ച് ഇട്ട് കൊടുത്താൽ ഇത് കട്ട പിടിച്ചിരിക്കും, വെന്തും വരില്ല. അപ്പോൾ ഒന്ന് ഒരു അകൽച്ചയിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിതിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണിത്. നമുക്കിതൊരു ബൗളിലേക്ക് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് സിറപ്പ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ ചോക്ലേറ്റ് സിറപ്പ് ഇടാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.